മുഖ്യമന്ത്രി പിണറായി വിജയന് വേണ്ടി സ്തുതിഗീതങ്ങൾ പാടുന്നതിൽ തെറ്റില്ലെന്ന് പാർട്ടിയും അംഗീകരിക്കുന്ന കാലം. ഇതിനിടെ തിരുത്തൽ ശക്തിയാകാൻ പോലും പാർട്ടിയിൽ നേതാക്കളില്ലാത്ത അവസ്ഥ. ഈ സാഹചര്യത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയനെ വേദിയിലിരുത്തി രൂക്ഷമായ രാഷ്ട്രീയ വിമർശനവുമായി എം.ടി. വാസുദേവൻ നായർ രംഗത്തെത്തിയിരുന്നു. മുഖ്യമന്ത്രിയെയോ ഇടതു സർക്കാരിനെയോ പേരു പറയാതെയാണ് നിലവിലെ സാമൂഹിക സാഹചര്യങ്ങളെക്കുറിച്ച് അദ്ദേഹം വിമർശനമുന്നയിച്ചത്. മുഖ്യമന്ത്രിയുടെ സാന്നിധ്യത്തിൽ കേരള ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ വേദിയിൽ എഴുത്തുകാരൻ എം.ടി. വാസുദേവൻ നായർ നടത്തിയ വിമർശനങ്ങൾക്കു പിന്നാലെ ഫേസ്ബുക്ക് പോസ്റ്റുമായി നടൻ ജോയ് മാത്യുവും രംഗത്തെത്തി. എം.ടി. എന്ന എഴുത്തുകാരൻ ഉന്നത ശീർഷകനാകുന്നത് അധികാരികളുടെ മണ്ടയ്ക്കടിക്കുന്ന ചോദ്യങ്ങൾ ചരിത്രബോധത്തോടെ നേർക്കുനേർ നിന്ന് ചോദിക്കുന്നത് കൊണ്ടാണെന്ന് എഴുത്തുകാരൻ എന്ന ശീർഷകത്തിലുള്ള കുറിപ്പിൽ ജോയ് മാത്യു പറയുന്നു. പുസ്തകം കൈകൊണ്ട് തൊടാത്ത സഖാക്കൾക്ക് ഇനിമേൽ എം.ടി. സാഹിത്യം വരേണ്യ സാഹിത്യം എന്ന കുറിപ്പിൽ പരിഹസിക്കുന്നുണ്ട്. മലയാളത്തിൽ നട്ടെല്ലുള്ള ഒരു എഴുത്തുകാരനുണ്ടെങ്കിൽ അത് എം.ടി. ആണെന്നും ജോയ് മാത്യു പറയുന്നു. ഫേസ്ബുക്ക് കുറിപ്പിന്റെ പൂർണ്ണരൂപം ഇങ്ങനെയാണ്: എം.ടി. എന്ന എഴുത്തുകാരൻ ഉന്നത ശീർഷകനാകുന്നത് അധികാരികൾക്ക് മുൻപിൽ റാൻ മൂളി കിട്ടുന്ന പദവിയുടെ താൽക്കാലിക തിളക്കത്തിലല്ല, മറിച്ച് സർവാധികാരിയെന്ന അഹങ്കരിക്കുകയും ഭയത്താൽ ജനങ്ങളിൽ നിന്ന് ഒളിച്ചു നടക്കുകയും ചെയ്യുന്ന അധികാരികളുടെ മണ്ടയ്ക്കടിക്കുന്ന ചോദ്യങ്ങൾ ചരിത്രബോധത്തോടെ നേർക്ക് നേർ നിന്ന് ചോദിക്കുന്നത് കൊണ്ടാണ്. സത്യമായും മലയാളത്തിൽ നട്ടെല്ലുള്ള ഒരു എഴുത്തുകാരനുണ്ടെങ്കിൽ അത് എം.ടി. ആണ്. ബ്രാക്കറ്റിൽ പുസ്തകം കൈകൊണ്ട് തൊടാത്ത സഖാക്കൾക്ക് ഇനിമേൽ എം.ടി. സാഹിത്യം വരേണ്യ സാഹിത്യം. അധികാരമെന്നാൽ ജനസേവനത്തിന് കിട്ടുന്ന മെച്ചപ്പെട്ട ഒരവസരമാണെന്ന സിദ്ധാന്തത്തെ പണ്ടെന്നോ നമ്മൾ കുഴിവെട്ടി മൂടിയെന്നതുൾപ്പെടെയുള്ള വിമർശനങ്ങളായിരുന്നു കേരള ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ വേദിയിൽ എം.ടി. ഉന്നയിച്ചത്. ആദ്യ കമ്മ്യൂണിസ്റ്റ് സർക്കാർ അധികാരത്തിൽ വന്നതോടെ ലക്ഷ്യം നേടിയെന്ന അലംഭാവത്തിൽ എത്തപ്പെട്ടവരുണ്ടാകാം. അതൊരാരംഭമാണെന്നും ജാഥ നയിച്ചും മൈതാനങ്ങളിൽ ഇരമ്പിക്കൂടിയും വോട്ട് പെട്ടികൾ നിറച്ചും സഹായിച്ച ആൾക്കൂട്ടത്തെ ഉത്തരവാദിത്തമുള്ള സമൂഹമാക്കി മാറ്റാനുള്ള മഹാപ്രസ്ഥാനത്തിന്റെ തുടക്കം മാത്രമാണ് അധികാരത്തിന്റെ അവസരം എന്നും വിശ്വസിച്ചതുകൊണ്ടാണ് EMS സമരാധ്യത്തിനും മഹാനായ നേതാവുമാകുന്നതെന്നും അദ്ദേഹം ചൂണ്ടിക്കാണിച്ചു. നയിക്കാൻ ഏതാനും പേരും നയിക്കപ്പെടാൻ അനേകരും എന്ന പഴയ സങ്കല്പത്തെ മാറ്റിയെടുക്കാനാണ് EMS എന്നും ശ്രമിച്ചത്. ആചാരോപചാരമായ നേതൃത്വ പൂജകളിലൊന്നും അദ്ദേഹത്തെ കാണാതിരുന്നതും അതുകൊണ്ട് തന്നെ. എവിടെയും അധികാരമെന്നാൽ ആധിപത്യമോ സർവാധിപത്യമോ ആവാം. അസംബ്ലിയിലോ പാർലമെന്റിലോ മന്ത്രിസഭയിലോ ഒരു സ്ഥാനം എന്നുവെച്ചാൽ ആധിപത്യമുള്ള ഒരു തുറന്ന അവസരമാണെന്നും എം.ടി. പറഞ്ഞിരുന്നു.